പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിറയേണ്ട മേഖലകൾ, ആ വഴികളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇനി പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്ന മറ്റൊരു വഴിയാണ് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ. അതിനാണ് സാധാരണ സഭയിൽ കൈവെപ്പ് ശുശ്രൂഷ എന്ന് പറയുന്നത്. കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. മാമോദിസ എന്ന കൂദാശയ്ക്ക് ശേഷം പുരോഹിതൻ സ്ഥൈര്യലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പുരോഹിതന് പട്ടം കൊടുക്കുന്ന സമയത്ത് മെത്രാൻ പുരോഹിതൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു മെത്രാനെ വാഴിക്കുന്ന സമയത്ത് മാർപ്പാപ്പായും ഈ കൈവെപ്പ് ശുശ്രൂഷ അവർക്ക് കൊടുക്കുന്നുണ്ട്. കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് 14 മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ, ശമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. ശമരിയ പ്രദേശത്തുണ്ടായിരുന്ന വിജാതീയരായിട്ടുള്ള വ്യക്തികൾ, അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരും ഒരുപക്ഷെ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. അവർ അവിടെ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പറയുകയാണ്, കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അതിനും വ്യക്തമായിട്ട് അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പറയപ്പെട്ട വ്യക്തികളിൽ വരുന്നില്ല. ജ്ഞാനസ്നാനം സ്വീകരിച്ചു, അത് വലിയൊരു ശരിയായ സത്യമായ കാര്യമാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തികൾക്ക് പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നില്ല എന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. പിന്നെ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ എന്ത് ചെയ്തു? അവർ അവിടെ വന്ന് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനം. പിന്നീട് അവർ അവരുടെ മേൽ കൈകൾ വെച്ചു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ഈ 11 ശിഷ്യന്മാർക്കും ഈ അധികാരം കൊടുത്താണ് വിട്ടത്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടുവാനും വഴിക്കുവാനുമായിട്ടുള്ള അധികാരം, പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ടുള്ള അധികാരം, അപ്പസ്തോലന്മാരുടെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയാണ് ആ അധികാരം നിലനിൽക്കുന്നത്. അത് കാണാൻ അപ്പസ്തോലിക സഭയിൽ 1-ാമത്തെ മാർപ്പാപ്പയായ പത്രോസിലൂടെ ആരംഭിച്ച് 266-ാമത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ആ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏക സഭ, വിശുദ്ധ സഭ, ശ്ലൈഹിക സഭ, സാർവത്രിക സഭ, അത് പരിശുദ്ധ കത്തോലിക്ക സഭ മാത്രമേ ഉള്ളൂ. ആ കൈവെപ്പ് ഇടമുറിയാതെയുള്ള കൈവെപ്പ് ശുശ്രൂഷ. എന്നാൽ സഹോദര സഭകളാകുന്ന യാക്കോബായ സഭയിലും ഓർത്തഡോക്സ് സഭകളിലും ഈ കൈവെപ്പ് ശുശ്രൂഷയുണ്ട്. അപ്പോൾ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയാണ് ദൈവം തൻ്റെ ആത്മാവിനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അയക്കുന്നതെന്ന് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അനനിയാസ് പൗലോസിൻ്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പൗലോസിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അനനിയാസിന് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിയത് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ, അത് ശിഷ്യന്മാരിൽ നിന്നാണ്.
കാരണം അനനിയാസ് അന്ന് കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. ഈ പറയപ്പെട്ട പെന്തക്കോസ്തായുടെ അനുഭവത്തിന് ശേഷം തിരുസഭയിലൂടെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ച അനനിയാസ്, ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അനനിയാസാണ് ഈ പറയപ്പെട്ട സാവൂളാകുന്ന പൗലോസാകുന്ന ചെറുപ്പക്കാരൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു. അല്ലെങ്കിൽ അന്ന് സാവൂൾ എന്നാണ് വിളിക്കുന്നത്. സാവൂള് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഇന്ന് തിരുസഭയിൽ ഈ കൈവെപ്പ് ശുശ്രൂഷ നടത്തുവാനായിട്ടുള്ള അധികാരം സഭയ്ക്കാണ്. അതിനുള്ള അധികാരം വൈദികർക്കുണ്ട്. ഇന്ന് ആ വൈദികരുടെ സ്ഥാനത്ത് മറ്റുള്ളവരും ഈ കൈവെപ്പ് ശുശ്രൂഷ നടത്തുന്നുണ്ട്. അൽമായരും കൈവെപ്പ് ശുശ്രൂഷ നടത്തുന്നുണ്ട്. കാരണം അൽമായർ കൈവെപ്പ് ശുശ്രൂഷ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമായിട്ടില്ല, അൽമായർക്കും മാമോദിസായിലൂടെയും സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെയും കൈവെപ്പ് ശുശ്രൂഷ കിട്ടിയ ആ ഇടമുറിയാതെയുള്ള കൈവെപ്പ് ശുശ്രൂഷയുടെ കൃപാവരം അൽമായരിലുമുണ്ട്. ഈ അൽമായരുടെ കരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരം തന്നെയാണ്. അവർ പ്രാർത്ഥിക്കുന്നതും കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അവരുടെ കരങ്ങളിലൂടെയും കിട്ടും. എന്നാൽ പാപമോചന അധികാരം ലഭിച്ചിരിക്കുന്ന ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം പാപമോചനം, ഒരു കുമ്പസാരമൊക്കെ കഴിഞ്ഞ് പാപമോചനമൊക്കെ ലഭിച്ചു കഴിഞ്ഞ് ആ പുരോഹിതൻ്റെ ഒരു കൈവെപ്പ് ശുശ്രൂഷ മേടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വളരെ ശക്തമായിട്ട് ഒഴുകും. കാരണം കുമ്പസാരം എന്ന കുദാശയിലൂടെ ലഭിക്കുന്നത് വരപ്രസാദമാണ്, പരിശുദ്ധാത്മാവിനെ തന്നെയാണ്. നഷ്ടപ്പെട്ടു പോയ വരപ്രസാദമാണ് നമുക്ക് ആ കുദാശയിലൂടെ ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം വായിച്ചു കഴിയുമ്പോൾ അവിടെയും പൗലോസ് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതായത് യോഹന്നാൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതായിട്ടും അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ആ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ നമുക്ക് മാമോദിസായിലൂടെയും സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെയും ലഭിച്ച ആ കൈവെപ്പ് ശുശ്രൂഷ, അന്ന് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നാം നിർവീര്യമാക്കിയിട്ടുണ്ടെങ്കിൽ തുടർന്നും നമുക്ക് ഈ കൈവെപ്പ് ശുശ്രൂഷ നമ്മുടെ ഇടവകയിലോ ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിലോ ചെന്ന് ഒരു പുരോഹിതൻ്റെ കൈവെപ്പ് ശുശ്രൂഷ മേടിക്കുമ്പോൾ ആത്മാവിൻ്റെ ചൈതന്യം അവനിലേക്ക് ഒഴുകിയെത്തും. നമുക്ക് വിശ്വസിക്കാം. ഈ വചനത്തിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പത്രോസും യോഹന്നാനും കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ശമരിയക്കാരിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ അനനിയാസ് പൗലോസിൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ് പരിശുദ്ധാത്മാവോട് നിറഞ്ഞതുപോലെ പൗലോസ് എഫേസോസിലെ ശിഷ്യന്മാരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരും പരിശുദ്ധാത്മാവോട് നിറഞ്ഞതുപോലെ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.